യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇപ്പോൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവകരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കുകയും ചെയ്യുവാണ്. ഞായറാഴ്ചയാണെങ്കിലും ഈ ദിവസവും അനേകർ വചനം കേൾക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ ഏത് രാജ്യത്താകട്ടെ, ഏതു ദേശത്താകട്ടെ, നിങ്ങളെ ഓർക്കുകയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ്. ദൈവനാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ, ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ, യുവതി യുവാക്കളെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ്. 1 സാമുവേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവ് സാമുവേലിനെ വിളിച്ചു. സാമുവേൽ, സാമുവേൽ. അവൻ വിളി കേട്ടു. ഞാനിതാ. അവൻ ഏലിയുടെ അടുക്കലേക്കോടി. അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. സാമുവേൽ, സാമുവേൽ എന്ന് വിളിച്ചു. ദൈവം സാമുവേലിനെ വിളിച്ച ഭാഗമാണത്. ദൈവമായ കർത്താവ് സാമുവേലിനെ വിളിച്ചതാ. ദൈവം സംസാരിച്ച സമയമാണ്. ദൈവം സംസാരിച്ചപ്പോൾ, ദൈവം വിളിച്ചപ്പം അതിനെ ഗൗരവത്തോടെ കണ്ടതാണ് സാമുവേലിൻ്റെ മേൽ ദൈവാനുഗ്രഹം വരാൻ കാരണമായത്. നമ്മളോടൊക്കെ ദൈവം എത്രയോ പ്രാവശ്യം സംസാരിച്ചു. പക്ഷെ നമ്മളതൊന്നും കാര്യമാക്കിയെടുത്തില്ല, വലിയ സീരിയസ് ആയിട്ടൊന്നും കണ്ടില്ല. തോന്നലായും സാധാരണ ഒരു കാര്യവുമായി കടത്തിവിട്ടു. പല അനുഗ്രഹങ്ങളുടെയും വാതിലടഞ്ഞത് അങ്ങനെയാണ്. ഞാൻ വിശ്വസിക്കുകയാണ്, ഈ വചനം വായിക്കുമ്പോൾ സാമുവേലിനെ ദൈവം വിളിച്ചപ്പം സാമുവേൽ ആ ശബ്ദം കേൾക്കാതെ പുതപ്പ് മൂടിക്കടന്നു, മൈൻഡ് ചെയ്യാതിരുന്നു എന്നല്ല, ആ വിളിയോട് പ്രതികരിച്ചു. ആ വിളിയെ കാര്യമായി കണ്ടു, അതിനെ ഒട്ടും തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ടാണ് ഒരു വലിയ അനുഗ്രഹത്തിൽ സാമുവേൽ എത്തിച്ചേർന്നത്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെയൊരു വചനം കേൾക്കാൻ ദൈവത്തിൻ്റെ വിളിയാണ്. ദൈവം സംസാരിക്കുന്ന സമയമാണ്. അത് ഗൗരവത്തോടെയാണ് കാണുന്നത്. ദൈവം എന്നോട് സംസാരിക്കുന്നത് ഗൗരവത്തോടെയാണോ സ്വീകരിക്കുന്നത്? നിന്നെ തേടി ചില അനുഗ്രഹങ്ങൾ വരും കാലങ്ങളിൽ വരും. തേടിയെത്തുന്ന അനുഗ്രഹമുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണ്ട. ചിലത് നമ്മളെ തേടി വരും, നമ്മുടെ അടുത്തേക്ക് വരും. അന്വേഷിച്ചു പോയ പലർക്കും കിട്ടിയില്ലേലും തേടിപ്പോകാത്ത നമ്മളെ തേടി ചിലത് വരുന്നു തോന്നും. കാരണം ദൈവത്തിൻ്റെ വിളിയോട് പ്രതികരിച്ചവരെ, അവരെ തേടി വന്ന ചില ദൈവീകമായ ഭാഗ്യമുണ്ട്, അനുഗ്രഹമുണ്ട്. സാമുവേലിൻ്റെ ഈ വചനം വായിക്കുമ്പോൾ തൊട്ടുമുകളിൽ എഴുതിയിട്ടുണ്ട്, സാമുവേൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്തിരുത്തിനരികെ കിടക്കുമായിരുന്നു എന്നാ. കിടക്കുമ്പോൾ ഒന്ന് എഴുന്നേക്കാൻ നമുക്കറിയില്ലേ? നമ്മൾ ഇച്ചിരി നേരം അവിടെ കിടക്കും. ഇപ്പം കിടന്നതേ ഉള്ളൂ, ഉറങ്ങി വരുന്നേ ഉള്ളൂ, മയങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ, ക്ഷീണമാണ്. അല്ല, വിളി കേട്ട ഉടനെ പ്രതികരിക്കുവാണ്, ചാടി എഴുന്നേക്കുവാണ്, അതിനെ അനുസരിക്കുവാണ്. ദൈവം സംസാരിക്കുമ്പോൾ അതിനെ കാര്യഗൗരവത്തോടെയാണ് സ്വീകരിക്കുന്നത്. ദൈവം ഒരിക്കലും നിന്നെ അനുഗ്രഹിക്കാതിരിക്കില്ല. ഒരിക്കലും ദൈവം നിന്നെ തള്ളിക്കളയില്ല. ഒരിക്കലും. മനുഷ്യൻ, ലോകം, സുഹൃത്തുക്കൾ സകലരും തള്ളിയാലും ദൈവം നിന്നെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതും സൂക്ഷിക്കുന്നതും കരുതുന്നതും വ്യക്തിപരമായി അനുഭവിക്കും. ഒരു നിമിഷം പ്രാർത്ഥിച്ചേ. സാമുവേൽ ഒരു ബാലനാണ്. സാമുവേലിനെ ദൈവം വിളിച്ചപ്പം, ദൈവം സംസാരിച്ചപ്പം കിടക്കുന്ന സ്ഥലത്ത് പുതപ്പ് മൂടി കുറച്ചുകൂടെ ചുരുണ്ട് ഉറങ്ങി എന്നല്ല, ചാടി എഴുന്നേറ്റു. ആ വിളിയോട് പ്രതികരിച്ചു, കാര്യഗൗരവത്തോടെ കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈ 5:30 സമയത്ത് ഈ വചനം കേൾക്കുന്ന മാതാപിതാക്കൾ, യുവതി യുവാക്കൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ കാര്യഗൗരവത്തോടെ കാണുന്നവരാണ്. നിങ്ങളെ തേടി വരുന്ന ചില നന്മകളുണ്ട്. നിങ്ങൾ ഒരനുഗ്രഹത്തിൽ എത്തിച്ചേരും. നിങ്ങളൊരു ഭാഗ്യത്തിൽ എത്തിച്ചേരും.
കാരണം ദൈവത്തോട് പ്രതികരിച്ചവരൊക്കെ ഒരനുഗ്രഹത്തിലായി എത്തിച്ചേർന്നിട്ടുള്ളത്. ദൈവത്തിൻ്റെ സ്വരത്തെ, സംസാരത്തെ, ദൈവത്തിൻ്റെ ശബ്ദത്തെ ഗൗരവത്തോടെ കണ്ടവരൊക്കെ ഒരനുഗ്രഹത്തിലായി എത്തിച്ചേർന്നിട്ടുള്ളത്. കർത്താവേ, ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേട്ട എല്ലാ മാതാപിതാക്കളെയും, യുവതീവാക്കൾ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരുടെയൊക്കെ പേരുകളാണ് പ്രത്യേകം ഓർക്കുന്നത് അവരെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. 1 വയസ്സുള്ള കുഞ്ഞാകാം, 2 വയസ്സുള്ള ആളാകാം, 5 വയസ്സുള്ള ആളാകാം, 10 വയസ്സ്, 20, 30 വയസ്സുള്ള ഒരാളാകാം. നിങ്ങളുടെ ജീവിതത്തിലെ ഒരനുഗ്രഹം തേടി വരാതിരിക്കില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നന്മ ഉണ്ടാകാതിരിക്കില്ല. ഒരു അഭിഷേകം ഇന്ന് കയറി വരുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിന്നെ സന്ദർശിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ദൈവം നിന്നോട് സംസാരിക്കുന്ന സമയം ഉണ്ടാകട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ഒപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതികളിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും, പകർച്ചവ്യാധികളിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും ഉള്ളം കയ്യിലെന്ന പോലെ സൂക്ഷിക്കട്ടെ. ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകട്ടെ. ഇന്ന് ഞായറാഴ്ചയല്ലേ, സന്തോഷത്തോടെ ആയിരിക്കാം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം ഉണ്ടാകട്ടെ. നല്ല ഭക്ഷണം കഴിക്കാൻ, നല്ലതുപോലെ യാത്ര ചെയ്യാൻ, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ, നല്ല വീടുകളിൽ താമസിക്കാൻ ഒക്കെ ഭാഗ്യം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ ഉള്ളം കയ്യിൽ എന്ന പോലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.